ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്, അല്ലെങ്കിൽ ആരാണ് എപ്സ്റ്റീൻ? അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലായാലും യൂട്യൂബിൽ ഷോർട്സിലായാലും എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയമായിട്ടിരിക്കുകയാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്താണെന്ന്, അല്ലെങ്കിൽ ആരാണ് എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. കാരണം ഗ്ലോബലി അത്രമാത്രം ചർച്ചാ വിഷയമാകാൻ കാരണം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന US-ൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഡിസ്ക്ലോഷർ ചെയ്ത ആ ഒരു എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഡോക്യുമെൻസിൽ ഉള്ള ആ ഒരു ഇമെയിൽസും അല്ലെങ്കിൽ ഇമേജസും അല്ലെങ്കിൽ വീഡിയോസും അത്രമാത്രം എല്ലാവരെയും അപ്സെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു റീസൺ കൂടെയാണ് ആ ഒരു ചർച്ചയാകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. കാരണം ജെഫ്രി എഡ്വാർഡ് എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരനാണ്, ഒരു ഫൈനാൻഷ്യറാണ്. അതിനേക്കാളും ചൈൽഡ് സെക്സ് ഒഫൻഡറാണ്, സീരിയൽ റാപ്പിസ്റ്റാണ്, ഹ്യൂമൻ ട്രാഫിക്കറാണ്. അപ്പോൾ എല്ലാ തെമ്മാടിത്തരവും കയ്യിലുള്ള ഒരു ക്രൂരനായ ഒരാളാണ്. ആ എപ്സ്റ്റീനും മൊസാദ് ഏജന്റാണ്, അതായത് ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിന് വേണ്ടി ചാരപ്പണി നടത്തുന്ന ഒരാളും കൂടെയാണെന്നാണ് അറിയുന്നത് എപ്സ്റ്റീൻ. അപ്പോൾ ഈ എപ്സ്റ്റീന് ഞാൻ പറഞ്ഞില്ലേ, അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് ഒരുപാട് താല്പര്യമുള്ള അതായത് പിള്ളേരുമായിട്ടാണ്. എനിക്കത് പറയാനും ഒരു ഇതുണ്ട്, കാരണം അത്രയും ക്രൂരന്മാരൊക്കെയാണ്. അപ്പോൾ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കൊച്ചുകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് അവരുമായിട്ട് കാരണം എനിക്ക് പറയാനതൊരു മടിയുണ്ട്, കാരണം അത്രമാത്രം ക്രൂരതയാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈംഗിക ഇച്ഛ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പിള്ളേരോട്, കൊച്ചുകുട്ടികളോട് പോലും പ്രായവും നോക്കാതെ ആ ഒരു തരത്തിലും ആരും മനസ്സാക്ഷിയൊന്നും നോക്കാത്ത ഒരു ചെകുത്താന്മാരൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഈ എപ്സ്റ്റീൻ ഇത് സത്യത്തിലൊരു മാസ്റ്റർ പ്ലാനിങ് ആണ്. അതായത് ഈ എപ്സ്റ്റീൻ ലോകത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള വലിയ ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തി, അതായത് ടോപ്പ് പൊളിറ്റീഷ്യൻസ്, ടോപ്പ് സെലിബ്രിറ്റീസ്, ടോപ്പ് ലീഡേഴ്സ്, ടോപ്പ് ബിസിനസ്മാൻ, ടോപ്പ് ബില്യണേഴ്സ്, ടോപ്പ് ആക്ടേഴ്സ്, അങ്ങനെ ഓരോ രാജ്യത്തെ നിയന്ത്രിക്കുന്ന, ഒരു രാജ്യത്തിൻ്റെ നിയമം നടപ്പാക്കേണ്ടിയിരിക്കുന്ന, ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങൾ കയ്യിലുള്ള ആൾക്കാരെ പിടിച്ച് അവരെ ഈ കെണിയിലേക്ക് വീഴ്ത്തിയ എന്നൊരു മാസ്റ്റർ പ്ലാനിങ് ആണ് ഇതിൽ മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്. കാരണം ഈ എപ്സ്റ്റീന് ഇസ്രായേലിലെ ചാരപ്പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്സ്റ്റീൻ കുടുക്കിയ കെണിയിൽ പെടുന്ന രാജ്യക്കാരെ എല്ലാവരെയും ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതായത് ഇപ്പോൾ ട്രംപ് വരുന്നു, ഇപ്പം ഈ കേസിൽ തന്നെ എത്ര പേരുണ്ടെന്നറിയോ? ആ ഒരു ഫയൽ റിലീസായപ്പോൾ അതിൽ ട്രംപ് ഉണ്ട്, ബിൽ ക്ലിൻ്റൺ ഉണ്ട്, മോദി ഉണ്ടെന്ന് പറയുന്നു, പിന്നെ എലൻ മസ്ക്, ബിൽ ഗേറ്റ്സ്, സ്റ്റീഫൻ ഹോക്കിംഗ്, അങ്ങനെ പ്രമുഖരായ ലിയോണാർഡോ ഡിക്കാപ്രിയോ, പ്രമുഖരായ നമ്മളെല്ലാവരും ആരാധനാപാത്രമായിട്ട് നോക്കിയ, ഇൻഫ്ലുവൻസ് ചെയ്ത, ഇവരാണ് എനിക്ക് എല്ലാം പറഞ്ഞ് ഇവരെ കണ്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ മോശം ആൾക്കാരായിട്ടാണ് ആ ഇമെയിൽ ഉള്ളത്. ഫോട്ടോസ് സഹിതമുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് പേടിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും. കൊച്ചുകുട്ടികളുമായിട്ട് ലൈംഗിക താല്പര്യങ്ങൾ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ഫോട്ടോസും കാര്യങ്ങളുമാണ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ എപ്സ്റ്റീൻ ലൈബ്രറി എന്നൊരു ടാബ് വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് താഴോട്ടുണ്ടാകുമ്പോൾ അതിൽ DOJ എന്ന ഡിസ്ക്ലോഷർ ഉണ്ടാവും സാധനം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഡിസ്ക്ലോഷർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ടാബിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു എപ്സ്റ്റീൻ ഫയൽസിനെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാറ്റ സെറ്റായിട്ട് ഓരോ സെറ്റ് വൈസ് ആയിട്ട് വീഡിയോസും ഡോക്യുമെൻറ്റും ആൻഡ് ഇമേജസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇതിൽ ഇവർ കൊച്ചുകുട്ടികളുമായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടുന്ന, എന്ന് വെച്ചാൽ ലൈംഗികമല്ല, പീഡിപ്പിക്കുകയാണ്. അതായത് ഈ എപ്സ്റ്റീൻ ചെയ്യുന്നത് ഈ പ്രമുഖർക്ക് ചെറിയ കുട്ടികളെ കാഴ്ചക്കാരാക്കി, അതായത് നമ്മൾ വിശക്കുമ്പോൾ ഫുഡ് കൊടുക്കില്ല, അതുപോലെ കാഴ്ചക്കാരാക്കി കൊടുത്തിട്ട് അത് ഇവർക്ക് ഈ പ്രമുഖർ എന്ന് പറയുന്ന ഈ എല്ലാവർക്കും, ഈ പറയപ്പെട്ട മെൻഷൻ ചെയ്ത എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിച്ച് കാര്യനിർവഹണത്തിന് ശേഷം ഈ കുട്ടികളെ കൊന്ന് ചുട്ട് തിന്നുന്നതാണ്. അങ്ങനത്തെ നരഭോജികളൊക്കെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത്ര നിങ്ങൾ ആ ഫോട്ടോ ഒരു 3-4 വയസ്സുള്ള കുട്ടികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താ പറയുക, ഹ്യൂമൻ ട്രാഫിക് വഴി കടത്തിക്കൊണ്ട് വരുന്നതാണ്. ഇവർക്ക് ഓരോ എംബസിയും അല്ലെങ്കിൽ എംബസിയിലല്ലോ ഓരോ ഏജന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കൊളാബ് ചെയ്ത് ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ടൊക്കെ വരുന്നതാണ്. എന്നിട്ട് ഈ ഐലൻഡിൽ വന്ന കുറച്ച് പേര് എന്താ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ മെജോറിറ്റി പേരും അവിടെ തന്നെ ചുട്ട് കൊന്ന് അവർ എന്നെ തിന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കും ബിരിയാണി വേണം, ചിക്കൻ വേണമെങ്കിൽ. അതുപോലെയാണ് അവിടെ അവർ ഓർഡർ ചെയ്താണ് കുട്ടികളെ വാങ്ങുന്നത്. അതായത് ഹോട്ട് ഡോഗ്, ഐസ്ക്രീം, പിസ്സ, ബർഗർ, അങ്ങനെയൊക്കെ ഓരോ ഫുഡിൻ്റെ നെയിം പറഞ്ഞാണ് ചൂസ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ചൂസ് ചെയ്ത് അവർ അവരുടെ കിടക്കയിലും അത് കഴിഞ്ഞ് ഭക്ഷണത്തലകയിലും ഇട്ടുന്ന അത്രമാത്രം ക്രൂരതയുള്ള മനസ്സിൻ്റെ ഉടമകളാണ് ഈ ഒരു എപ്സ്റ്റീൻ ഫയലിലുള്ളത്. അപ്പോൾ ഈ എപ്സ്റ്റീനെ ആദ്യമായിട്ട് പോലീസ് പിടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ കേസ് ഈ സീരിയൽ റാപ്പിസ്റ്റ് അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ കേസിലൊക്കെ പിടിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഊരിപ്പോയി. കാരണം അത്രയ്ക്കും പിടിപാട് പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കാരണം ഇപ്പോൾ എല്ലാം എന്താ പറയുക, ഒരു എക്കോണമി നോക്കുക അല്ലെങ്കിൽ രാജ്യം നിയന്ത്രിക്കുന്നവരുടെ ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് കൊച്ചുകുട്ടികളുമായിട്ട് സെക്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുന്നതും അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള പോകുന്ന ഈ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ചൂഷണം ചെയ്യും, ബ്ലാക്ക് മെയിൽ ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവർ ജയിലിൽ പിടിച്ചാലും പോലീസ് പിടിച്ചാലും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും. കാരണം വേറെ നിവൃത്തിയില്ല. പിന്നെ രണ്ടാമത് പിടിച്ചപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഇതുപോലെ പിടിച്ചു. പിന്നെ എന്തായാലും ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് കാണണം. രണ്ടാമത് പിടിച്ചപ്പോഴാണ് ജയിലിൽ വെച്ച് സൂസൈഡ് ചെയ്തു, അതായത് തൂങ്ങി എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് തൂങ്ങിയതാണോ അതോ വേറെ ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണെന്ന് ഇതുവരെ അറിയത്തുമില്ല. അതിനിപ്പം ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പം ഇത് വന്ന പോലെ ഇനി വരുവാ എന്തോ അറിയില്ല. കാരണം പരമാവധി ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നതുകൊണ്ട് ജെഫ്രിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തീരുമാനിച്ചതായിരിക്കും. കാരണം അല്ലെങ്കിൽ എല്ലാവരും ഇമേജ് നഷ്ടപ്പെട്ട് എല്ലാവർക്കും ആ ഒരു എന്താ പറയുക പോയിന്റിൽ എല്ലാവരും നഷ്ടപ്പെട്ടു പോയാലെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതല്ലാതെ എപ്സ്റ്റീൻ മരിച്ചിട്ടില്ലെന്ന് പല തിയറി വരുന്നു. എപ്സ്റ്റീൻ്റെ എന്താ പറയുക ഡമ്മിയാണ് തൂക്കിയിട്ടത്, അവർ മരിപ്പിച്ചെന്ന് പറയുന്നു. എപ്സ്റ്റീൻ വേറെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടോക്ക് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ നിങ്ങൾ ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഡോക്യുമെൻറ്റ്സും ഒക്കെ ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ട്രംപും ബിൽ ക്ലിൻ്റനും കൊച്ചു പിള്ളേരുടെ ഫോട്ടോസും കൊച്ചു പിള്ളേരോടെ കളിക്കുന്നത്, അത് എന്തുമാത്രം ക്രൂരതയാണ് അവർ അതിൽ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. കാരണം അവർ കൊച്ചു കുട്ടികളെ ആവശ്യാനുസരണം അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കാര്യനിർവഹണത്തിന് ശേഷം കൊന്ന് ചുട്ട് തിന്ന് അവിടെ നിന്ന് തന്നെ പാർട്ടിയും എൻജോയും ചെയ്യാൻ. ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ യുവമാരൊക്കെ മനുഷ്യന്മാരാണോ അതോ വലിയ മനുഷ്യന്മാരല്ലേ, നരഭോജികളാണ്. ഇത് നീ ഇപ്പം തന്നെ ആലോചിച്ച് നോക്കിയാൽ. അതായത് എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഏജൻ്റായിട്ടാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊസാദ് ഏജൻറ്റ്, ചാരപ്പണിക്കാരൻ. അപ്പോൾ ഇസ്രായേലിന് വേണ്ടി രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ സ്പൈ കാര്യങ്ങളൊക്കെ ഇസ്രായേലിന് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ കെണി തന്നെ ഒരു മാസ്റ്റർ പ്ലാനാണ്. ഇത്രയും കാലം ഇസ്രായേൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രത്തെ കുട്ടികളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നതെന്ന്. ആ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടപ്പോഴും മറ്റു രാജ്യങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ അമേരിക്കൻ കാര്യങ്ങളിലെ കൂട്ടുനിന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഇതാണ്. കാരണം അല്ലെങ്കിൽ ഇവർ ബ്ലാക്ക് മെയിൽ ഈ വീഡിയോസൊക്കെ നമ്മൾ പുറത്തുവിടും എന്നുള്ളൊരു ബ്ലാക്ക് മെയിൽ അവർ തീർച്ചയായിട്ടും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തത്. അത് സത്യം പറഞ്ഞ അവരുടെ ആ ഒരു ചാരപ്പണിയുടെയും ആ ഒരു ഇസ്രായേലിൻ്റെയും ആ ഒരു മാസ്റ്റർ പ്ലാനിങ് ആണ്. ലോകം നമ്മളെ കയ്യിൽ വയ്ക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബ്ലാക്ക് മെയിൽ, അത് പക്ക എന്താ പറയുക ഒരു സ്പൈ ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ആ വീഡിയോസ് ഇത് ഞാൻ റിവീൽ ചെയ്യുമെന്ന് പറയുമ്പോൾ ശരി നീ ഒന്നും പേടിക്കണം, ഞാൻ അത് ചെയ്തു തരാമെന്ന് വേറെ നിവർത്തിയില്ല. കാരണം അത് റിവീൽ ചെയ്ത് പോയാൽ സീനായി കരിപ്പായില്ലേ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസും ഒരുപാടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു എപ്സ്റ്റീൻ ഐലൻഡ് എന്നൊരു ഐലൻഡിലാണ് ഈ കുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടുപോകുന്നത്. അവിടെ പ്രൈവറ്റ് പ്ലെയിനിലും കാര്യങ്ങളിലുമായിട്ട് ഈ പ്രമുഖരൊക്കെ വരും. ഇപ്പോൾ നമ്മൾ ഈ പേര് പറഞ്ഞ എല്ലാ പ്രമുഖരും അവിടെ വരും. അവിടെ വന്ന് പാർട്ടി അത് എങ്ങനെ മറിയോ. നിങ്ങൾ ട്രംപ് എപ്സ്റ്റീനൊക്കെ ഈ പൊട്ടി കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഇവർ നോക്കിക്കൊണ്ട് നിൽക്കണം കാണാം. അവർ എന്താണ് നോക്കണമെന്ന് ഒരു മനസ്സിലാവുന്നില്ല. അവർ അത്ര
ക്രൂരത ഉള്ള മനസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ കുട്ടികളോട് ഒരു അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല. കൊന്നൊടുക്കുന്നു. അതുകൊണ്ടാണ് കൊന്നൊടുക്കുമ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു, കൊന്നൊടുക്കാൻ വേണ്ടി ഫണ്ട് കൊടുക്കുന്നു, കൊന്നൊടുക്കുമ്പോൾ ഒന്നും പറയുന്നില്ല, അത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, അവരുടെ മനസ്സിലൊരു ഇതൊന്നുമില്ല. ഈവനും ഒന്ന് രണ്ട് ഡോക്യുമെന്റിൽ തന്നെ എപ്സ്റ്റീൻ ഫയൽസിൽ തന്നെ എപ്സ്റ്റീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്, അത്ര ട്രംപാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ആളെന്ന്, ഒരു സെല്ലിൽ പോലെ അവന് നല്ലതില്ലെന്നാണ് എപ്സ്റ്റീൻ പറഞ്ഞ ഒരു ഡോക്യുമെന്റിലൊക്കെ ഉണ്ടായിരുന്നു. അതിനി പുള്ളി അതാണ് കാരണം, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആളുടെ പേരുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ തന്നെ മോദിയുടെ പേര് വരുന്നു. മോദി 2017 ഇസ്രായേലിൽ പോയി ട്രംപിൻ്റെ എന്തോ ഒരു ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ പോയി ഡാൻസ് കളിച്ചു, പിന്നെ അങ്ങനത്തെ പാട്ട് പാടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്രൂരതകളാണ് അവിടെ ചെയ്തു കൂട്ടുന്നത്. ആ ഒരു ഐലൻഡിലേക്ക് ജെഫ്രി എപ്സ്റ്റീൻ ഈ പണക്കാരെയും അല്ലെങ്കിൽ ടോപ്പ് സെലിബ്രിറ്റീസിനെയും എല്ലാവരെയും നിരന്തരമായിട്ട് ക്ഷണിക്കും. കാരണം എന്താണെന്ന് പറയുക, ഇവരെ ക്ഷണിച്ച് ഇവർക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്ത് അവരത് വശീകരിക്കും. എന്നിട്ട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും. കാരണം ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ താങ്കളുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, താങ്കളുടെ ഒരു ആവശ്യമുണ്ട്, അത് ചെയ്തു കൊടുത്തില്ല ഈ ബ്ലാക്ക് മെയിലും കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് വലിയ ആൾക്കാരെ എന്താ പറയുക കൺവിൻസ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തുള്ള ഒരു ഇതായിരുന്നു എപ്സ്റ്റീൻ്റെത്. എപ്സ്റ്റീൻ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത്രയും വലിയൊരു കൂട്ടത്തിനെ പിടിച്ചിട്ട് കാരണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ തന്നെയാണ് അത്രയും നല്ലൊരു പണക്കാരനായി, അത്രയും നല്ലൊരു മീൻസ് എന്ന് പറയുന്നത്, ഞാൻ അത്രയ്ക്കും പണം വാരി, കാരണം ഇമാതിരി ഫിൽത്തി റിച്ചായി. കാരണം അമ്മാതിരിയാണ് ചെയ്തു കൂട്ടിയത്. കാരണം അത്ര പേർട്ടൊന്നും പൈസ നല്ല രീതിക്ക് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊട്ടിൻ ക്രൂരനും കള്ളനും കൂടെ ആയിരുന്നു എപ്സ്റ്റീൻ. ഇപ്പോൾ എപ്സ്റ്റീൻ മരിച്ചത് തന്നെ അത് ഉള്ളതാണോ ഇല്ലാത്തോ അതൊരു മിത്തായിട്ട് തന്നെ കിടക്കുകയാണ്. അത് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞ് ഇതേപോലെ വല്ലതും റിവീലും ചെയ്യുമ്പോൾ മരിച്ചിട്ടില്ല, അവിടെ ഉണ്ടെന്ന് വല്ലതും പറയുന്നുണ്ട്. പക്ഷേ ആ അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കൊച്ചു കുട്ടികളെ ഏജന്റ് വഴിയൊക്കെ കടത്തി ആ ഐലൻഡിൽ എത്തിച്ച് പ്രമുഖർക്ക് കാഴ്ച വിരുന്നാക്കി അവരുടെ ആവശ്യാനുസരണം അവരുടെ കാര്യനിർവഹണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ കൊന്ന് ചുട്ട് അവിടെ തന്നെ എൻജോയും പാർട്ടിയും ചെയ്യുന്ന അറക്കന്മാരായ കള്ളന്മാരാണ് അവിടെ ഉള്ളത്. ആ വീഡിയോസിൽ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ അത് എങ്ങനെയാണ് ഇമാർക്ക് തോന്നുന്നത്. ഒരു കൊച്ചു കുട്ടിയുടെ ഫോട്ടോ കൊണ്ട് അത് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അമ്മാതിരിയാണ് അവർ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോഴും ഒരു സിറ്റുവേഷൻ ഇതെല്ലാം ക്ലിയർ ആയിട്ട് വിസിബിളായിട്ട് പറഞ്ഞിട്ടും അതെല്ലാം ഈ കാര്യങ്ങളുള്ള സ്റ്റേറ്റ്മെൻറ്റിലുള്ള മെൻഷൻ ചെയ്തവരൊക്കെ പറയാണ് നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, നമുക്ക് അത് ചുമ്മാതെയാണെന്നൊക്കെ പറയുന്നത്. കാരണം എന്താ പറയുക, എപ്സ്റ്റീൻ മരിച്ചു കഴിഞ്ഞു, ഇനി അത് വന്ന് തിരിച്ചു പറയാനൊന്നുമില്ല. ഇതൊരു ഡോക്യുമെന്റും കൊണ്ട് വന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ആരും സമ്മതിക്കുന്നുമില്ല. ഇപ്പോൾ പല പേരും പറയുന്നു അത് ഡിനെയാണ്, അതങ്ങനെ ഇല്ല. ഇപ്പം തന്നെ മോദിയുടെ കാര്യം നോക്കുമ്പോൾ 2017 ഇസ്രായേലിൽ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിലിവിടെ പറയുന്നു നെക്സ്റ്റ് ഡേ തന്നെ ഇന്ത്യൻ റിപ്ലൈ കൊടുക്കുന്നു, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ഇത് പ്യുവർ തെറ്റാണ്. ബിൽഗേറ്റ്സ് പറയുന്നത് ഇത് തെറ്റാണ്, ട്രംപ് പറയുന്നത് ഇത് തെറ്റാണെന്ന്. ഇപ്പോൾ ആരും ഒന്നും ഏൽക്കുന്നുമില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് പണത്തിൻ്റെയും പവറിൻ്റെ ഇതാണ്. അവരൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അമേരിക്ക ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഇത് ഡിസ്ക്ലോഷർ ചെയ്തിട്ടും ഇതിലുള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എവിടെയാണ് ഒരു ആക്ഷനും നടന്നിട്ടില്ല. ഒരു ഇതൊന്ന് ഇപ്പം അവിടെ ഉള്ളവരെല്ലാവരും ഓരോ സ്ഥലത്തെയും പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും പിന്നെ റിച്ചസ്റ്റ് മാനും ടോപ്പ് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അവരൊന്നും ചെയ്യാനും ഒരു നീതിക്കും ലോയ്ക്കും നടക്കുന്നുമില്ല. അപ്പം നിസ്സഹായതയും ഉണ്ട്. അതിലുപരി ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പൊ ഇതറിഞ്ഞിട്ട് പല ഇതുപോലെ പാവപ്പെട്ട രാജ്യത്തുള്ളവരൊന്നും കൊച്ചുകുട്ടികളൊന്നും പുറത്തിറക്കുന്നില്ലെന്ന് വരെ അറിയുന്നു. കാരണം ഇതുപോലെ എടുത്തിട്ട് പോയാൽ കണ്ട അറിഞ്ഞിട്ട് പോലും നീതി കിട്ടുന്നില്ല, പിന്നെ അറിയാതെ പോയാലോ. അതുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽസ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളത് തീർച്ചയായിട്ടും അപ്സെറ്റ് ആകും. അമ്മാതിരി കാര്യങ്ങളാണ് അവന്മാർ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കൊടും ക്രൂരത. അത് ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ വോമിറ്റിംഗ് വരെ വരാനുള്ള അത് എങ്ങനെ അവന്മാർ സത്യം അവന്മാർ മനുഷ്യന്മാരല്ല.